ഹലോ ഗൈസ്, അപ്പം ഇന്ന് എന്നെ ഞെട്ടിച്ചൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഉടമസ്ഥർ ഇത് അറിയാതെ എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എടുക്കാൻ അറിയില്ല. അപ്പം ഞാൻ എന്താ പറയുക, നമ്മളൊരു സർപ്രൈസ് വീഡിയോ ആയിരിക്കും ഇത്. കാരണം നമ്മുടെ വീട്ടിലെ പിള്ളേർ ഇത്ര ക്രിയേറ്റീവാണ്, തോട്ട്ഫുൾ ആണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് അറിയുന്നത്. അത്ര അടിപൊളിയായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ പോലെ ടീച്ചറും കുട്ടിയൊന്നും പൂപ്പ കളികളൊന്നും അല്ല കളിക്കുന്നത്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം എന്നെ ഞെട്ടിച്ച അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ നെട്ട റെഡി ആയിക്കോ. ഓക്കെ, നമുക്ക് നോക്കാവാ. ഗൈസ്, ഞാൻ വിചാരിച്ച പോലെ നല്ലായിരുന്നു. ഞാൻ അവരുടെ റൂമിൽ കയറി സാധനം എടുത്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കാര്യം. കാരണം അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ അവരറിയായിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയാലും നടന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, അത് ഞാൻ ആദ്യം കണ്ട ഫയല് കാണിച്ചു തന്നു. ഇതൊക്കെ അവരുണ്ടാക്കിയതാണ്. പേപ്പർ ക്രാഫ്റ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിനൊക്കെ എന്തൊക്കെയോ ഓരോ പേര് പറയുന്നുണ്ട്. എനിക്കൊന്ന് ജേണലോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അവർ പറയുന്നത്. ഓരോന്നിനും ഓരോ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് ഓരോന്ന് എടുത്ത് തന്നിട്ട് അവർ പറഞ്ഞു തരാണ്, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ പറയുന്നൊക്കെ. അപ്പം അവർക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ഐഡിയ ആണ്. നമ്മളിത് കാണുമ്പോൾ എന്താ പേപ്പർ ജസ്റ്റ് കൂറിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് അതിന് ഭയങ്കര ക്രിയേറ്റീവാണ് അവർ കാണിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഈ അടുത്ത ആളുടെ ഇത് ഓരോരുത്തരുടെ കേട്ടോ, രണ്ടാളും കട്ട മത്സരിച്ചിട്ടാണ്. ഇവൻ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ കാറ്, ബസ് അങ്ങനത്തെ ഐറ്റംസിനോടായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ അതേ ഇങ്ങനെ സ്റ്റിക്കേഴ്സ്, കാറിൻ്റെ പലതരത്തിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അവൻ്റെതായിട്ടുള്ള ഒരു ജേർണൽ ബുക്ക് എന്നാണ് അവർ പറയുന്നതിന്. ദെൻ ഇതുപോലൊരു ബുക്കിൽ ഒരു പ്രൊഫൈൽ പിക്ക്, ഞാൻ റെസ്യൂമിൽ അല്ല ഇൻ്റർവ്യൂവിനൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ പ്രൊഫൈൽ പിക്ക് ഉണ്ടാക്കി വെക്കുക, അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇതുണ്ടല്ലോ, ഇതൊരു ട്രീ. ഇതെന്താ പറഞ്ഞത് എനിക്കൊന്ന് ഇത് ഭയങ്കര ഒക്കെ ക്രിയേറ്റീവാണ്. എനിക്ക് എന്താ പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്ര ചെറുപ്പത്തിൽ അവൾ ഇത്ര ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിതൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇന്നാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അറിയുന്നത്. അതുവരെ ഞങ്ങൾക്ക് ആർക്കും ഇവരിതാ ചെയ്യുന്നത് ഞങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ അവർ രഹസ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് അവരുടെ എക്യുപ്മെൻറ്റ്സ്. അതുപോലെ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, ഇതിനെന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ല. ഈ സ്റ്റിക്കേഴ്സ് അത്യാവശ്യം റേറ്റുള്ള സംഭവം കേട്ടോ. അത് ഒന്നോ രണ്ടെണ്ണോ ഒന്നും അല്ല, കുറേ സ്റ്റിക്കേഴ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഇതുപോലെ സ്റ്റിക്കേഴ്സ് മേടിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് സ്റ്റിക്കേഴ്സ്? അവിടെ പൊട്ടിച്ച് കളിക്കാനായിരുന്നു. പക്ഷേ ഗൈസ്, ഇതുണ്ടല്ലോ, ഒരുപാട് സ്റ്റിക്കേഴ്സ്. ഇത് പൊട്ടിക്കാതെ 2 പാക്കറ്റുകൾ വേറെ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇതിലൊക്കെ ഓരോ സെറ്റ് 6-7 ഷീറ്റ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ അവർക്ക് വർക്ക് ചെയ്യാനുള്ളതാണെന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അവർ കേട്ടോ എത്ര അധികം സ്റ്റിക്കേഴ്സും കാര്യങ്ങളും വെറുതെ ഒട്ടിച്ച് കളിക്കാനുള്ളത് കേട്ടോ. അവർക്ക് ഒരു പ്ലാൻ ഉണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. വെക്കേഷൻ ടൈമിലൊക്കെ ചെയ്യണമെന്നാണ് പറയണത്. നമ്മൾ അടുത്ത കുട്ടി വ്ളോഗർ എന്നേക്കാളും നന്നായിട്ട് വ്ളോഗ് ചെയ്യട്ടെ. പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഇത് ഉപയോഗിക്കാം. ഗൈസ് നോക്കി ചിരിക്കി, നീ ചിരിക്കി ഗൈസ് നോക്കി. അതന്നെ എന്താണെന്നൊരു പിടിയും കിട്ടിയ ഗൈസ്. ഇത് മേടിക്കണം എന്നാണ് അവൻ പറഞ്ഞത്. അതുപോലെ ഒരു ബാഗ്, ഇതൊക്കെ അവർ ഉണ്ടാക്കിയതാട്ടോ. ഇത് ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ലൊരു ബാഗൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.